Good morning, all of you. Disasters and disaster management in India എന്ന ലെസൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരുന്നു നാം ഡിസ്കസ് ചെയ്തു പോന്നിരുന്നത്. ഏതാനും ക്വസ്റ്റ്യൻ ആൻസറുകൾ പറഞ്ഞു തന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇതിലും. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മാൻമെയ്ഡ് ഡിസാസ്റ്റർ മെൻഷൻഡ് ഹിയർ? Which section of the society is most affected by disasters? Why? ചോദ്യത, അതായത് ഈ ലെസണിലെ പരാമർശിക്കപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്താണ്? അല്ലേ, ഏത് വിഭാഗത്തിനാണ് ഈ ഒരു ദുരന്തം കൂടുതൽ ബാധിക്കുന്നത്, എന്തുകൊണ്ട്? അതിൻ്റെ ആൻസർ, ദ മാൻമെയ്ഡ് ഡിസാസ്റ്റർ മെൻഷൻഡ് ഹിയർ ഈസ് റയറ്റ്സ്. മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ അവരായിട്ട് തന്നെ തമ്മിൽ കലഹം, ലഹള, ഇങ്ങനെയുള്ള തരത്തിൽ. റയറ്റ്സ് എന്ന് പറഞ്ഞാൽ ലഹള എന്ന് പറയുക, അതായത് ആവശ്യമില്ലാത്ത തരത്തിൽ മനുഷ്യർ തമ്മിൽ ശത്രുത വെച്ച് പുലർത്തുകയും അതിൻ്റെ പേരിൽ പോരാട്ടം നടത്തുകയും ആക്രമണം നടത്തുകയും ബോംബ് വെച്ച് പലതരത്തിലുള്ള മനുഷ്യന് ജീവന് ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ മോശമായ തരത്തിലുള്ള പെരുമാറ്റം മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതാണ് റയറ്റ്സ് എന്ന് പറയുക. ദ മോസ്റ്റ് അഫക്റ്റഡ് ആർ ദ പുവർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഇവരെന്ത് ചെയ്താലും ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഫലം വന്നു ചേരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വിഭാഗങ്ങളെ ആണ്. ഇറ്റ് ഈസ് സോ ബിക്കോസ് ദേ ഹാവ് ടു വർക്ക് ഡെയിലി ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ്. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, അന്നന്ന് ജീവിത മാർഗം തേടി ജോലി കണ്ടെത്തി, അപ്പോൾ അങ്ങനെ ജോലി അന്നന്ന് ചെയ്തു അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണിവർ, ഈ കൂട്ടർ. അവരെ ആയിരിക്കും ഈ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഇൻ കൺസ്ട്രക്ടിങ് സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിങ്സ്? അതായത് സുരക്ഷിതവും അതുപോലെ തന്നെ നിലനിൽക്കുന്നതുമായ കെട്ടിട നിർമ്മാണത്തിലേക്ക് എന്തെല്ലാമാണ് അനുഭവിക്കേണ്ടി വരുന്ന പരിമിതികൾ? വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഇൻ കൺസ്ട്രക്ടിങ് സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിങ്സ്? ആൻസർ, ദ മേജർ ലിമിറ്റേഷൻസ് ഇൻ കൺസ്ട്രക്ടിങ് സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിങ്സ് ആർ പീപ്പിൾ ഡിഡിൻറ്റ് ഫോളോ ദ റെഗുലേഷൻസ് ലെയ്ഡ് ഡൗൺ ഫോർ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ അഥവാ പരിമിതി എന്ന് പറയുന്നത് സുരക്ഷിതവും നിലനിൽക്കുന്നതും അതായത് ഈ കെട്ടുറപ്പുള്ളതുമായ നിർമ്മാണത്തിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യണം എന്ന് ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷിതമായ നിയന്ത്രണ മാർഗങ്ങളെ പറ്റിയൊന്നും ജനങ്ങൾ ബോധവാന്മാരല്ല. അവർ അക്കാര്യങ്ങളൊന്നും തന്നെ ഓർക്കാതെ അവർ കെട്ടിട നിർമ്മാണത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി 30% ഓഫ് ദ ബിൽഡിങ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ്. അതായത് ഇപ്പോൾ ബിൽഡിംഗ് റൂൾസ് ഉണ്ടായിരിക്കും, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്രദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തിൻ്റെയും ആ ഒരു നിയന്ത്രണ മാർഗരേഖകളുണ്ട്. ഈ മാർഗരേഖകൾ അനുസരിച്ച് വേണം കെട്ടിടം നിർമ്മിക്കുന്നവർ അത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. പക്ഷെ നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഏകദേശം ഒരു 30% ബിൽഡിങ്സ് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, വ്യക്തമായൊരു മാസ്റ്റർ പ്ലാനിൻ്റെ അഭാവം ഇവിടെയുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെറ്റീരിയൽസിൻ്റെ ഇൻഫീരിയർ ക്വാളിറ്റി എന്നതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇത് കൺസ്ട്രക്ഷന് ഉപയോഗിക്കുമ്പോഴെല്ലാം ഇതെല്ലാം മേജർ ലിമിറ്റേഷന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ പ്ലാനിൻ്റെ അഭാവം, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് മെഷേഴ്സ് നീഡ് ടു ബി ടേക്കൺ ടു എൻഷുവർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ബിൽഡിംഗ്? അപ്പോൾ നിർമ്മാണ മേഖലയിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൻ്റെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന രീതിയിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത്? അതിൻ്റെ ആൻസർ, ടു എൻഷുവർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ബിൽഡിങ്സ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് according to the guidelines prescribed by law.
അത് തീർച്ചയായിട്ടും ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ സേഫ്റ്റി സെക്യൂരിറ്റി അത് ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിയമത്തിലെ ആ ഒരു കാര്യം എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം കെട്ടിട നിർമ്മാണം നടത്തേണ്ടത്. കൺസ്ട്രക്ഷൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റീസ്. ഓരോന്നിനും ഓരോ അതോറിറ്റി ഉണ്ടെന്നറിയാലോ. അപ്പോൾ അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള അവരുടെ അംഗീകാരം നേടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ വെച്ചുകൊണ്ടായിരിക്കണം, അതിനനുസരിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ. ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. നിർമ്മാണത്തിന് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഇൻ ദ ഏരിയാസ് വൾണറബിൾ ടു എർത്ത് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഡാമേജ് ആൻഡ് ഡെത്ത്? അതായത് നമുക്കറിയാം ചില പ്രദേശങ്ങൾ ഭൂകമ്പ ബാധ്യത അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചായ്വുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ആ ഒരു ഡാമേജ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആഘാതം, ഭൂകമ്പം ഉണ്ടായാൽ അതിൻ്റെ ആഘാതം കുറക്കുവാനും ഡാമേജ് ആൻഡ് ഡെത്ത് ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് റിക്വയർമെൻറ്റ്സ് ആണ് ഉണ്ടാവേണ്ടത്? അവശ്യ നടപടി എന്ന രീതിയിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആൻസർ, ഇൻ ഏരിയാസ് വൾണറബിൾ ടു എർത്ത് ദ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഷുഡ് ബി ടെക്നിക്കലി അസസ്ഡ്. വൾണറബിളായിട്ട് വളരെ മോശമായ രീതിയിൽ ഭൂകമ്പ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ സാങ്കേതികപരമായിട്ട് ആ പ്രദേശങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ബിൽഡിംഗ് ടെക്നിക്കലി അസസ്ഡ്. ബിൽഡിങ്സ് എല്ലാം തന്നെ ടെക്നിക്കലായിട്ട് അസസ് ചെയ്യണം. അത് ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടോ, അപ്പോൾ അത് അസസ് ചെയ്യണം. ദെൻ ആൾസോ ആൻഡ് ഓണേഴ്സ് ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ വീക്ക്നെസ്സസ് ഇൻ ദ കൺസ്ട്രക്ഷൻ. അങ്ങനെ ബിൽഡിംഗ് അസസ് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സിനെ തീർച്ചയായിട്ടും അതിൻ്റെ പോരായ്മ, നിലവിലുള്ള വീക്ക്നെസ് എന്താണ്, അതിൻ്റെ പോരായ്മ എന്താണ് ആ കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതെല്ലാം തന്നെ അതിൻ്റെ ഓണേഴ്സിനെ അറിയിക്കണം. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നിയർലി 1 million buildings are constructed in India each year and an equal number of them get damaged as a result of disasters. ഇപ്പോൾ ഇവിടെ കണക്കാക്കപ്പെടുന്നത് എന്തെന്നാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് 1 million ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ വർഷവും മൊത്തത്തിൽ ഉള്ള കണക്ക് നോക്കിയാൽ അത് മാത്രമല്ല, അത്രത്തോളം തന്നെ ഡാമേജ്ഡ് ആകുന്നുണ്ട്. ഈ ഡാമേജ്ഡ് ആകാനുള്ള കാരണം എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഫലമായിട്ടാണ്. ആസ് എ റിസൾട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഡിസാസ്റ്റേഴ്സിൻ്റെ പരിണിത ഫലമായിട്ട് കുറേ അധികം ബിൽഡിങ് നിലവിലുള്ളത് ഡാമേജായി മാറുന്നുണ്ട്, നാശത്തിലേക്ക് വരുന്നുണ്ട്. ടു റെഡ്യൂസ് ദ ഡാമേജ് ടു ബിൽഡിങ്സ് എ മോണിറ്ററിംഗ് മെക്കാനിസം ഷുഡ് ബി സെറ്റപ്പ്. അപ്പോൾ ഡാമേജ് ഉണ്ടാകുന്നതിനെ കുറയ്ക്കണം. നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ബിൽഡിങ്ങിന് നാശമുണ്ടാകുന്നു, ആ നാശത്തിൻ്റെ അളവിനെ കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാവണം, ഒരു അവലോകന സംവിധാനം അതുണ്ടാവണം. ദെൻ ഇറ്റ് ഷുഡ് വർക്ക് ഇൻ പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ്. ഈ മോണിറ്ററി സംവിധാനം പ്രവർത്തിക്കേണ്ടത് ശരിയായ രീതിയിലുള്ള ഏകോപനവുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയുടെ ഏകോപനത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കണം. എന്നിട്ട് അത് തീർച്ചയായിട്ടും ബിൽഡിംഗ് കോഡ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങളിൽ പറയുന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുന്നത്, നിലവിലുള്ള കെട്ടിടങ്ങളുടെ നിലവിലുള്ള ദുരവസ്ഥയുണ്ടെങ്കിൽ അതിനെ നീക്കുന്നതിന് ഒക്കെയായിട്ട് ഈ ഏകോപന സംവിധാനം പ്രവർത്തിക്കുകയും വേണം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ കമ്മിറ്റീസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിലും കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും നിലവിലുള്ള ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ, ഘടന എന്താണ്? ആൻസർ, അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ there is a state level disaster management committee consisting of senior secretaries of various departments and representatives of NGOs. അപ്പോൾ സ്റ്റേറ്റ് ലെവലുള്ള കമ്മിറ്റിയിൽ ആരാ ഉള്ളത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? സീനിയർ സെക്രട്ടറീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, വിവിധ വകുപ്പുകളുടെ മുൻ തലവന്മാരെന്ന രീതിയിൽ സീനിയർ സെക്രട്ടറീസ് ഉണ്ട്. അതുപോലെ തന്നെ NGOs,
നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രതിനിധികളുണ്ടായിരിക്കണം എന്നതാണ്. ദെൻ എഗെയിൻ അറ്റ് ദി നാഷണൽ ലെവൽ ദർ ഈസ് എ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. അതായത് ദേശീയ തലത്തിലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ഇതിനെ ഹെഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതായത് അതിൻ്റെ തലപ്പത്ത് നിലകൊള്ളുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ സെക്രട്ടറിമാരുണ്ട്. അവരെവിടെ നിന്നുള്ളതാണ്? ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന ദേശീയ തലത്തിലെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ഇവിടെ നിലകൊള്ളുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൗ ഡസ് ദ സെൻട്രൽ ഗവൺമെൻറ് കോർഡിനേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ആൻസർ: ദ സെൻട്രൽ ഗവൺമെൻറ് വിത്ത് ദ പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് വേരിയസ് മിനിസ്ട്രീസ് give the necessary support to the states. This includes defense services like airdropping, rescuing, searching, transport of relief goods, etc., and availability of railway and ferry services, health personnel and medical supports. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർ കോർഡിനേഷനോടുകൂടി വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപനത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് അത്യാവശ്യം വേണ്ട തരത്തിലുള്ള വിവിധ പിന്തുണയും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. പലതരത്തിലുള്ള പിന്തുണ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ദിസ് ഇൻക്ലൂഡ്സ് ഡിഫൻസ് സർവീസസ്. വിവിധ മന്ത്രാലയങ്ങളുടെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ വിവിധ മന്ത്രാലയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ഡിഫൻസ് സർവീസസ് ലൈക്ക് എയർ ഡ്രോപ്പിംഗ്, ദെൻ റെസ്ക്യൂയിങ്, അതായത് പ്രതിരോധ നടപടികളുണ്ട്, രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്, റെസ്ക്യൂയിങ്, ദെൻ സെർച്ചിങ്, അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ് എക്സെട്ര, ആൻഡ് അവൈലബിലിറ്റി ഓഫ് റെയിൽവേ ആൻഡ് ഫെറി സർവീസസ്, ഹെൽത്ത് പേഴ്സണൽ ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്. ഇങ്ങനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ഒട്ടനേകം സർവീസസ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. വാട്ട് ആർ ദ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ റെസ്ക്യൂ ടീം അക്കോർഡിംഗ് ടു ദി ഓതർ? അതായത് ഈ ഒരു ദുരന്ത നിവാരണം എന്നുള്ള ഈ ലേഖനം എഴുതിയ ഓതറിൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്തെല്ലാമായിരിക്കണം പ്രത്യേക തരത്തിലുള്ള റെസ്ക്യൂ ടീമിലെ റിക്വയർമെൻറ്റ്സ്? റെസ്ക്യൂ ടീം ഉണ്ടാവണം. അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് റെസ്ക്യൂ ടീം എന്ന് പറയുക. ആ റെസ്ക്യൂ ടീമിന് എന്തെല്ലാം അവശ്യ റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമായിരിക്കണം, അവർക്ക് എന്തെല്ലാം ഉണ്ടാവണം എന്നുള്ളതാണ്. ദ റെസ്ക്യൂ ടീംസ് ഷുഡ് ഹാവ് സ്പെഷ്യൽ സ്കിൽസ്. അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന രീതിയിൽ ഉണ്ടാവേണ്ട പ്രത്യേക ഒരു വൈദഗ്ധ്യം തന്നെ ഉണ്ടാവണം. അതേപോലെ റെസ്ക്യൂ ടീംസ് ഹാവ് സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡിസാസ്റ്റേഴ്സ്. അവർക്ക് ശരിയായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മാനേജ് ചെയ്യുന്നത്. ഒരു ഡിസാസ്റ്റർ എവിടെയെങ്കിലും ഉണ്ടായാൽ, ഒരു ദുരന്തം എവിടെയെങ്കിലും വന്നാൽ ആ ഒരു ദുരന്ത മുഖത്ത് ഓടിച്ചെന്ന് അതിനെ ആ ഒരു സാഹചര്യത്തിൻ്റെ അത് മനസ്സിലാക്കി അത് നന്നായിട്ട് ഇടപെടുവാനും അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മനോഭാവവും അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക വൈദഗ്ധ്യവും ഇക്കൂട്ടർക്കുണ്ടാവണം. ദേ നീഡ് ടു ബി വെൽ എക്യുപ്ഡ് ആൻഡ് ഷുഡ് ഹാവ് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ സുസജ്ജമായ ആയുധ സംവിധാനങ്ങൾ ഉണ്ടാവണം. ലേറ്റസ്റ്റ് ടെക്നോളജീസിൻ്റെ എല്ലാ സ്പെഷ്യൽ സ്കിൽസും ഇവരുടെ പക്കൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതിനെ തുടർന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ഒരു വീഡിയോ സെഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.